ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ സമാധാനപ്പെടുത്തി, ധൈര്യപ്പെടുത്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നൽകി നിയോഗ വഴികളിലേക്ക് അവരെ വളരെ ഹൃദ്യമായി കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പാട്ടുപോലെയുള്ള വേദഭാഗമാണ് ഇത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. വാക്യം 19. പ്രത്യക്ഷത ഏതനുഭവങ്ങളിലുള്ളവർക്കും സമാധാന അന്തരീക്ഷത്തിലേക്കുള്ള ക്ഷണമാണ് എന്നതാണ് ഈ വരികളുടെ ഒരു ആശയം. എവിടെയും ഏതനുഭവത്തിലിരിക്കുന്നവർക്കും പാട്ട് കേൾക്കാം എന്നതുപോലെയാണ് കർത്താവിൻ്റെ പ്രത്യക്ഷതയും. ആയിരിക്കുന്ന അവസ്ഥ എത്ര വ്യത്യസ്തമാണെങ്കിലും ആർക്കും കർത്താവിൻ്റെ പ്രത്യക്ഷത പ്രതീക്ഷിക്കാം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ രാവിലത്തെ ഇരുട്ടനുഭവത്തിൽപ്പെട്ട് കരഞ്ഞുകൊണ്ട് കല്ലറ മുമ്പിൽ നിന്ന ആ സ്ത്രീകൾക്ക് പ്രത്യക്ഷത നൽകുന്നതും, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ സന്ധ്യാനുഭവത്തിൽ പേടിച്ചിരിക്കുന്ന, വാതിലടച്ച് ഉള്ളിലിരിക്കുന്ന ആ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷത നൽകുന്നതും ഒക്കെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെടും എന്നോ, ചിലർക്ക് മാത്രം പ്രത്യക്ഷപ്പെടുമെന്നോ, ചില സ്ഥലങ്ങളിൽ മാത്രം എന്നോ ഒന്നുമില്ല. ഇരുട്ടനുഭവങ്ങളിൽ ഇരിക്കുന്നവർക്കും പുറത്തിറങ്ങാൻ ഭയന്നിരിക്കുന്നവർക്കുമൊക്കെ പിന്നെയും പ്രത്യക്ഷപ്പെടും എന്നതിൻ്റെ ഉറപ്പാണ് ഈ വേദഭാഗം. മാത്രമല്ല, ഏത് സമയത്തും പ്രത്യക്ഷപ്പെടുന്ന കർത്താവ് നമുക്കൊക്കെ ഒരു ധൈര്യമാണ്. കർത്താവിൻ്റെ മരണം കണ്ട് നിരാശയോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്നവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഭക്ഷണത്തിനിരിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. വല കഴുകിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ജീവിത സാഹചര്യം ഏതുമാകട്ടെ, കർത്താവിൻ്റെ പ്രത്യക്ഷത മുമ്പ് പലവട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനിയും പ്രത്യക്ഷത ആവശ്യഘട്ടങ്ങളിൽ ആർക്കും ലഭിക്കും എന്നതാണ് ഈ വരി തരുന്ന ഉറപ്പ്. കാരണം ശിഷ്യന്മാരെ പോലെ തന്നെ കർത്താവിന് എല്ലാവരും അത്രയ്ക്കും പ്രധാനപ്പെട്ടവരാണ്. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. വാക്യം 20-21. മറ നീക്കി പുറത്തു വരുന്ന മുറിവ് ഓർമ്മകളുടെ പാവനതയെ ഓർക്കുകയാണ്. ഏത് മുറിവുകൾക്ക് പിന്നിലും പല പല ഓർമ്മകൾ കാണും. എല്ലാ പാട്ടുകളിലും ചില മുറിവുകളുടെ മണമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. മുറിവ് അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന പാട്ടുകൾക്ക് ഭയങ്കര ശക്തിയാണ്. മുറിവുകൾ പല വിധത്തിലുണ്ട്. യേശു കർത്താവിനും മുറിപ്പാടുകളുണ്ട്. മുറിവുകളുമായി വിശ്രമിക്കുന്നവർ ധാരാളമുണ്ടെന്നറിയാം. മുറിവുകൾക്ക് വേദനയുണ്ട് എന്നും അറിയാം. പക്ഷേ ഏത് മുറിവും ഒരു ചെറിയ പാട് മാത്രം അവശേഷിപ്പിച്ചിട്ട് അതും ഉണങ്ങും, കരിയും ഉറപ്പാണ്. നന്മയുടെ നനവുള്ള മുറിവുകൾക്കാണ് ഭംഗി. തിന്മയോട് ചേർന്ന് നിന്ന് കിട്ടിയ മുറിവുകൾക്ക് ഒട്ടും ഭംഗിയില്ല. പ്രായമായ പിതാവും ഭാര്യയും 3 മക്കളും ഉൾപ്പെടുന്ന ആ വീടിനെ പുലർത്താനുള്ള നെട്ടോട്ടത്തിൽ അന്ന് വൈകിട്ട് പണിയും കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഉണ്ടായ അപകടത്തിലെ മുറിവുകളുടെയും ഒടിവിൻ്റെയും പാടുകൾ ഇപ്പോഴും പലർക്കും നൈർമല്യമുള്ള ഓർമ്മപ്പെടുത്തലാണ്. യേശു കർത്താവിൻ്റെ മുറിവുകൾ കണ്ട ശിഷ്യന്മാർക്ക് സന്തോഷത്തിന് കാരണമായതുപോലെ മറ്റുള്ളവരുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനുമായി നമുക്ക് മുറിവുകൾ ഏൽക്കാൻ ഇടയാകട്ടെ. അത് നമ്മെ സന്തോഷത്തിലേക്കും സംതൃപ്തിയിലേക്കും നയിക്കും. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. വാക്യം 22. അയക്കപ്പെടുന്നവർ ഉയിരിനും ഉടലിനും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി പ്രാപിച്ചവർ ആയിരിക്കണമെന്ന് ഈ വാക്യത്തിൽ ധ്വനിയുണ്ട്. യേശു മരിച്ചത് കണ്ടും കേട്ടും നിന്ന ശിഷ്യന്മാരുടെ നല്ല ജീവൻ പോയി. അങ്ങനെ പേടിച്ചും ദുഃഖിച്ചും കൊണ്ട്
കതകടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് വന്ന് നിന്നപ്പോൾ അവർക്കൊരു ജീവൻ കിട്ടിയ മട്ടാണ്. ഒരു പാട്ട് കേട്ടാലും അങ്ങനെയാണ്, ഒരു നവജീവൻ കിട്ടും. അവർക്ക് സന്തോഷമായി. എങ്കിലും അവരുടെ ഉടലിനും ഉയിരിനും ഉന്മേഷവും ഉയർത്തെഴുന്നേൽപ്പും ആവശ്യമാണ്. അന്ന് ഏദനിൽ ആദത്തിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് വായിച്ചതുപോലെ കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതുകയാണ്. അവരുടെ ഉടലുകൾക്കും ഉയർത്തെഴുന്നേൽപ്പ് വേണം എന്നുള്ളതാണ്. ജീവൻ മാത്രം പോരാ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാനും ശുശ്രൂഷയ്ക്ക് ഇറങ്ങിപ്പുറപ്പെടാനും ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് എത്തപ്പെടാനും നല്ല ഉയിരും ഉശിരും ഒക്കെ വേണം. മനസ്സ് ശക്തമാണ്, പക്ഷെ ശരീരം ബലഹീനവും ഉന്മേഷമില്ലാത്തതുമാണെങ്കിൽ ആഗ്രഹിക്കുന്ന ഇടത്ത് എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളത് കാര്യമാണ്. പേടിച്ച് ഭയപ്പെട്ട് കതകുമടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കലെത്താൻ യേശുവിന് ഒന്നും തടസ്സമാകുന്നില്ല. അത്രയ്ക്കും ഒരുക്കമാണ് കർത്താവിൻ്റെ മനസ്സും ശരീരവും. എന്നതുപോലെ പോകാനും വരാനും ചെയ്യാനും ചേർത്ത് പിടിക്കാനും വേണ്ടി നിയോഗിക്കുന്ന ശിഷ്യന്മാർക്ക് ഉയിരും ഉശിരും വേണം, പിന്നെ ഉടലിന് ഉന്മേഷവും വേണം എന്ന് സാരം. ആമേൻ.